ഡിസ്കണ്ടിന്യൂഷൻ ചെയ്യിപ്പിക്കുന്നതല്ല, തുടർചലനങ്ങൾ നിന്റെ ജീവിതത്തിൽ ഇല്ലാതാക്കുന്നതല്ല, പരിശുദ്ധാത്മാവ് വഴിമാറ്റാൻ പോകും. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തോട് ഇവിടെയും ദൂരെയും കാണുന്ന ചിലരുടെ ജീവിതത്തിന്റെ അകത്ത് തുടക്കം നല്ലതാ, പക്ഷെ ഇടയ്ക്ക് വെച്ച് നിന്റെ ജീവിതത്തിന്റെ അകത്ത് അല്ലെങ്കിൽ ചില പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ പ്രതികൂലങ്ങൾ വന്നപ്പോൾ അല്ലെങ്കിൽ എടുത്ത തീരുമാനവും അല്ലെങ്കിൽ ചുവട് വെച്ച കാൽച്ചുവടുകളും തെറ്റിയോ എന്ന് ചിന്തിച്ച് വല്ലാതെ പരിഭ്രാന്തിക്ക് സമാനമായി അല്ലെങ്കിൽ നിൽക്കുന്ന ചിലരോട് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം പറയുക, മുന്നോട്ട് തന്നെ, അല്പം പോലും സംശയിക്കാതെ മുന്നോട്ട് തന്നെ. കാരണം പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ചിലരോട് പറയുക, ചിലര് അല്ലെങ്കിൽ കർത്താവ് നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നത് ഓട്ടക്കളത്തിന്റെ അകത്ത്, ചിലര് വാഗ്ദത്തപ്രകാരമുള്ള ഓട്ടക്കളത്തിന്റെ അകത്ത്, ചിലത് നിന്റെ കയ്യിൽ വരുവാനുള്ള ഫിനിഷിംഗ് റൗണ്ടിലാ, ചിലര് സെക്കൻഡ് ലാസ്റ്റ് റൗണ്ടിലാ, ചിലര് തേർഡ് റൗണ്ടിലാ. ഇതുവരെ ഓടിയതിന്റെ ഫലം മുന്നിലാ കാണാൻ പോകുന്നത്, പിന്നിലല്ല. വിട്ടതിലേക്കല്ല നീ നോക്കേണ്ടത്. വിളിച്ചവനെ നോക്കാൻ തയ്യാറാണെങ്കിൽ, വിളിച്ചവന്റെ സദ്ഗുണങ്ങളെ ഘോഷിക്കുവാൻ തമ്പുരാൻ നിന്നെ തെരഞ്ഞെടുത്തു എന്ന് നിനക്ക് ഓർപ്പുണ്ടെങ്കിൽ ചില വലിയ കാര്യങ്ങൾ സംഭവിക്കും. ഈ ഉറപ്പ് വിശ്വാസമായി, ഈ ഉറപ്പ് ധൈര്യമായി വെളിപ്പെടാൻ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചാൽ പ്രവൃത്തി വെളിപ്പെടും. അരമണിക്കൂർ പ്രാർത്ഥിച്ചു, ബാക്കിയുള്ള 23.5 മണിക്കൂറും നിന്റെ ജീവിതത്തിന്റെ അകത്ത് ഒരു ദിവസത്തിൽ ബാക്കി നിൽപ്പുണ്ടല്ലേ. അരമണിക്കൂർ ഉദാഹരണമാണ്. പ്രാർത്ഥിച്ചതിനൊത്തവണ്ണമുള്ളതേ പറയാവൂ, പ്രാർത്ഥിച്ചതിനൊത്തവണ്ണമുള്ളതേ നീ ചിന്തിക്കാവൂ. വേറെ ആര് എന്ത് ചിന്തിച്ചാലും കുഴപ്പമില്ല. പ്രാർത്ഥിക്കുന്ന നീ പ്രാർത്ഥിക്കുന്നതിനൊത്തവണ്ണം അല്ലെങ്കിൽ ചിന്തിച്ചാൽ, പ്രാർത്ഥിച്ചതിനൊത്തവണ്ണം പറയുന്നത് തുടർന്നാൽ, നിനക്കറിയാം ചില മേഖലകളിൽ ആത്മനിയോഗത്തോടെ നീ നിന്നാ മതി, ചിലത് വഴിമാറും. ആരും സഹായത്തിനില്ല എന്ന് ചിന്തിക്കുന്ന ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് ചോദിക്കുക, എന്റെ കുഞ്ഞെ, അമ്മയുടെ ഉദരത്തിൽ നിന്ന് നിന്നെ താങ്ങി പുറത്തു കൊണ്ടുവന്ന എന്റെ കരം നിന്നെ താങ്ങി നിർത്തുന്നത് നീ കാണുന്നില്ലേ? ആരെല്ലാം മാറിപ്പോയിട്ടു കൂരിന്റെ താഴ്വരയിലൂടെ ദാവീദ് പോയപ്പോൾ അവനെ താങ്ങിയ ഒരു കരമായി നിന്റെ കൂടെ ഞാൻ നടക്കുന്നത് കാണില്ലേ? ഇന്ന് പകൽക്കാലം ആത്മ പറയുക, ആരുമില്ലാതിരിക്കുന്ന ചിലരോട് ഇന്ന് പകൽക്കാലം ആത്മ പറയുക, ഞാൻ നിന്റെ കൂടെയുണ്ട്, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ ബലപ്പെടുത്തും.